ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു വഖഫിൻ്റെ ഭൂമിയെ എല്ലാം സർവേ നടത്തി അത് കൃത്യമായിട്ടൊന്ന് അളന്നു തിരിക്കുമെന്ന്. പക്ഷേ പിന്നീടൊന്നും കേൾക്കുന്നില്ല. സർവേ നടത്തി അതിന് റിപ്പോർട്ടും വന്നു. റിപ്പോർട്ട് JPCക്ക് സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിക്ക് കൊടുക്കുകയും ചെയ്തു. ഉത്തർപ്രദേശ് അത്രയും സംഭവിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ എങ്ങനെയാണ് റിപ്പോർട്ട് സർവേ നടത്താൻ വഖഫിൻ്റെ ഭൂമി അളക്കുമെന്ന് യോഗി പ്രഖ്യാപിച്ചത് എപ്പോഴാണെന്ന് ഓർക്കുന്നുണ്ടോ? അവിടെ ഉത്തർപ്രദേശിൽ ബനാറസിലെ UP കോളേജ്, ഉദയപ്രതാപ് കോളേജ് എന്ന് പറയുന്ന 500 ഏക്കറിൽ LKG മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിഷയങ്ങൾ വരെ പഠിപ്പിക്കുന്ന ബൃഹത്തായ ഒരു കോളേജ്, ക്ഷത്രിയ സമാജം നടത്തുന്ന കോളേജാണ്. 1902 മുതലോ മറ്റോ പ്രവർത്തിച്ചു വരുന്ന കോളേജ്. ഈ കോളേജിനടുത്തൊരു മുസ്ലിം പള്ളിയുണ്ട്, മസ്ജിദുണ്ട്. അവിടെയുള്ള അവരുടെ ആരോ മരിച്ചതിൻ്റെ ഒരു ഖബർ ഈ കോളേജിൻ്റെ മതിലിനോട് ചേർന്നാണ്, മതിലിന് പുറത്താണ്, കോളേജിൻ്റെ മതിലിൻ്റെ പുറത്താണ്. അങ്ങനെ ഒരു ഖബർ അവിടെ ഉണ്ട് എന്നതിൻ്റെ പേരിൽ ഉത്തർപ്രദേശ് വഖഫ് ബോർഡ് അവകാശപ്പെട്ടു, ഞങ്ങൾ ഒരു ഖബർ ഉണ്ടെങ്കിൽ ഖബറിന് പുറത്തുള്ള സ്ഥലം, ഖബറിനകത്തുള്ളതല്ല, ഖബറിന് പുറത്തുള്ള സ്ഥലം വഖഫിൻ്റെയാണ്. അങ്ങനെയാണ് നിലവിലുള്ള വഖഫ് നിയമത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഉദയപ്രതാപ് കോളേജ് വഖഫിൻ്റെയാണ് എന്ന് പറഞ്ഞ് വഖഫിന് നോട്ടീസ് അയച്ചു. നോട്ടീസ് അയച്ചപ്പോഴത്തേക്ക് അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വലിയ പ്രക്ഷോഭം ഉണ്ടായി. ഒരു വെള്ളിയാഴ്ച കോളേജിലെ 20,000-ഓളം വിദ്യാർത്ഥികളും അവരുടെ ജീവനക്കാരും സ്റ്റാഫും എല്ലാം കൂടെ ഒരു പള്ളി അങ്ങോട്ട് വളഞ്ഞു. വെള്ളിയാഴ്ച പ്രാർത്ഥന നടക്കുന്ന പള്ളി വളഞ്ഞിട്ട് പറഞ്ഞു, ഇതാണ് പരിപാടിയെങ്കിൽ ഇത് സൂചന, ഇനി കാശിയിൽ, വാരണാസിയിൽ ഓരോ മുസ്ലിം പള്ളിയിലും വെള്ളിയാഴ്ച ആരാധന നടത്തില്ല. ഞങ്ങളുടെ കോളേജിൻ്റെ ഭൂമിക്ക് വഖഫാണെന്നും പറഞ്ഞ് വന്നാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാം എന്ന് പറഞ്ഞ് അവർ ജയ് ശ്രീറാം വിളിച്ച്, ഹനുമാൻ ചാലീസ വിളിച്ച് ഈ വിവാദമുണ്ടാക്കിയ പള്ളി ഉപരോധിച്ചു. 400,000 ആളുകൾ. ഫലമുണ്ടായി. വഖഫ് ബോർഡ്, ഉത്തർപ്രദേശ് വഖഫ് ബോർഡ് പിറ്റേന്ന് തന്നെ യോഗം ചേർന്ന് ഉദയപ്രതാപ് കോളേജിൻ്റെ അവകാശവാദം പിൻവലിച്ചു. വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമല്ല, വേണമെങ്കിൽ പിൻവലിക്കാം എന്ന് UP വഖഫ് ബോർഡ് തെളിയിച്ചു. ഇപ്പോൾ കേരളത്തിലാണ് മുനമ്പം ഇപ്പോഴും കത്തി നിൽക്കുകയാണ്. മുനമ്പം വഖഫ് ബോർഡിന് ഒരു നമ്മുടെ സതീശൻ പറയുന്നത് പോലെ 10 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് മതി. പിണറായി വഖഫ് ബോർഡ് ചെയർമാനെ വിളിച്ച് പറഞ്ഞിട്ട്, എടേ ആ മുനമ്പം പ്രശ്നം തീർക്ക്, ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുക്ക്, മുനമ്പം ഭൂമിയിൽ വഖഫ് ബോർഡിന് ക്ലെയിം ഇല്ല എന്ന് പറഞ്ഞ് ഒരു സത്യവാങ്മൂലം കൊടുത്താൽ അപ്പം തീരും. പിണറായി പറയത്തില്ല, സതീശൻ പറയത്തില്ല, കുഞ്ഞാലിക്കുട്ടി പറയത്തില്ല, ആരും പറയത്തില്ല. അങ്ങനെ ചെയ്യാൻ കേരളത്തിലെ സഭയിലെ ഈ പാവപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ സഭാ നേതൃത്വവും പറയത്തില്ല. പിണറായിയോട് വഖഫ് ബോർഡിനോട് നിർദ്ദേശം കൊടുക്കണം, അവരുടെ ക്ലെയിം പിൻവലിച്ചിരിക്കുന്നതായി ഒരു അഫിഡവിറ്റ് ഹൈക്കോടതി കൊടുക്കാൻ പറയണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ല. ഒരു പാർട്ടി ആവശ്യപ്പെടുന്നില്ല. BJP മാത്രം പറയുന്നുണ്ട്. അത് പറയാതെ നമ്മൾ പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോഴാണ്, ഉദയപ്രതാപ് കോളേജിൻ്റെ സംഭവം ഉണ്ടായപ്പോഴാണ് വഖഫിൻ്റെ കളികൾ നേരത്തെ യോഗിക്കറിയാം, ഇനി അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് കരുതിയിട്ട് യോഗി തീരുമാനിച്ചു. വഖഫ് നാട്ടുകാരുടെ മുഴുവൻ ഭൂമിക്ക് അവകാശം പറയുകയല്ലേ, വഖഫിന് കുറേ ഭൂമി ഉണ്ടെന്ന് അവർ പറയുന്നുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യും, ഞാൻ ഉത്തർപ്രദേശിലെ 2 വഖഫ് ബോർഡുണ്ട്, ഷിയ വഖഫ് ബോർഡും സുന്നി വഖഫ് ബോർഡും. 2 വഖഫ് ബോർഡിൻ്റെ കൈവശം ഉണ്ടെന്ന് അവർ അവകാശവാദം ഉന്നയിക്കുന്നതും കൈവശം വച്ചിരിക്കുന്നതുമായ മുഴുവൻ ഭൂമികളും അളക്കാൻ ഉത്തരവിട്ടു. അങ്ങനെ അളന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് മാധ്യമങ്ങൾക്കൊന്നും കൊടുത്തില്ല. മാധ്യമങ്ങളുടെ കൈയടിക്ക് വേണ്ടിയിട്ടല്ല യോഗി അളക്കാൻ പറയുന്നത്. അതിപ്പോൾ അത് വ്യക്തമാകുന്നുണ്ട്. കാരണം വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ലാൻഡ് മാഫിയ ബോർഡാണെന്നാണ് യോഗി പറഞ്ഞത്. അത് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം വഖഫ് ബോർഡിൻ്റെ പേരിൽ നടക്കുന്ന പിടിച്ചുപറി, ഭൂമി പിടിച്ചുപറി, കൊള്ള, കയ്യേറ്റം, ഇത് തെളിയിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ അന്വേഷണം നടത്തി, റവന്യൂ ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷണം നടത്തിയ റിപ്പോർട്ട്, സ്കെച്ചുകളും മാപ്പുകളും ഒക്കെ സഹിതം ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അധ്യക്ഷൻ ജഗദംബിക പാലിന് കൊടുത്തു. നോക്കണം, ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ആർജവത്തോടെയുള്ള നടപടി ആർക്കും നിഷേധിക്കാൻ പറ്റും. രേഖകൾ സഹിതം, ഭൂമിയുടെ സ്കെച്ച്, മാപ്പ് എല്ലാം സഹിതം, ഇത്ര ഭൂമി ഉണ്ട്, ഇത്ര അവർ അവകാശപ്പെട്ടു, ഞങ്ങൾ അളന്നപ്പോൾ ഇതെല്ലാം സർക്കാർ ഭൂമിയാണ്. എത്രയാണെന്നറിയോ? 70 വഖഫ് ബോർഡിൻ്റെ കയ്യിലുള്ള 78% ഭൂമിയും ഉത്തർപ്രദേശ് സർക്കാരിൻ്റെയാണ്. ആലോചിച്ചു വേണം. കോൺഗ്രസ് ഭരിച്ചു ദീർഘകാലം, BSP ഭരിച്ചു, അഖിലേഷിൻ്റെ SP ഭരിച്ചു. ഇവരെല്ലാം ഭരിച്ച കാലത്ത് ഇങ്ങനെ വഖഫ് ബോർഡ് ഇങ്ങനെ എൻക്രോച്ച് ചെയ്ത് കയറി പിടിച്ചെടുത്തതാണ് ഇവരുടെ പക്കലുള്ള ഭൂമിയുടെ 78%.
എന്ന് കാണിച്ച് റിപ്പോർട്ട് കൊടുത്തു. ഈ 78% ഭൂമിയുടെയും ഒരു ഉടമസ്ഥാവകാശ രേഖയും ആരുടെ കയ്യിലില്ല? വഖഫ് ബോർഡിൻ്റെ കയ്യിലില്ല. വെറുതെ അവർ പറയുന്നത് ഇപ്പോഴത്തെ നിയമപ്രകാരം ഞങ്ങൾ വഖഫാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആവും. അത് അങ്ങനെ ഞങ്ങൾ വഖഫാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറി അങ്ങ് എടുത്തു എന്ന തരത്തിൽ ഇവർ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 147 ഹെക്ടർ ലാൻഡ് ഉത്തർപ്രദേശ് വഖഫ് ബോർഡിലുണ്ട്. 147 ഹെക്ടർ ഭൂമി. അതിൽ 11.7 ഹെക്ടറും സർക്കാരിൻ്റെ ഭൂമിയാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ അവിടെ പിന്നെ ഈ സ്വകാര്യ വ്യക്തികളുടെ ഒന്നും അധികം പിടിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ UP ഉദയപ്രതാപ് കോളേജ് അവർക്ക് വേണമെന്ന് തോന്നിയത് ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനം, LKG മുതൽ വലിയ കോളേജ് വരെയുണ്ട്. പിന്നെ 500 ഏക്കർ സ്ഥലമുണ്ട്. അത് കിട്ടിയ കൈക്കോ? അതുകൊണ്ട് വലിയ വരുമാന മാർഗ്ഗമാണ്. എത്ര കോടി രൂപയുടെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും അതിനകത്ത്. LKG മുതൽ വിവിധ ആർട്സ് ആൻഡ് സയൻസ് ഉൾപ്പെടെയുള്ള PG കോളേജുകൾ പ്രവർത്തിക്കുന്ന പ്രോപ്പർട്ടി കിട്ടാൻ കൈക്കൂലായിരുന്നു. പക്ഷേ കൂടുതലും പിടിച്ചെടുത്തിരിക്കുന്നത് 14,000 ഹെക്ടർ ഭൂമിയാണ് ഉത്തർപ്രദേശ് വഖഫ് ബോർഡിൻ്റെ കീഴിലുള്ളത്. ആദ്യം പറഞ്ഞ കണക്കിലൊരു പെശകുണ്ട്, പ്രേക്ഷകർ ശ്രദ്ധിക്കണം. അതിൽ 11.7 ഹെക്ടറും സർക്കാരിൻ്റെ ഭൂമിയാണ്. 14,000 ഹെക്ടർ ഭൂമിയാണ് ഉത്തർപ്രദേശ് വഖഫ് ബോർഡിൻ്റെ കീഴിലുള്ളത്. അതിൽ 11.7 ആയിരം, അതായത് 12,000 ഹെക്ടർ ഭൂമിയും സർക്കാരിൻ്റെയാണ്. അപ്പോൾ 2,000 ഹെക്ടർ ഭൂമിയെ കഷ്ടിച്ച് ഒറിജിനൽ വഖഫിന് ആരെങ്കിലും വഖഫായിട്ട് കിട്ടി എന്ന് പറഞ്ഞ് രേഖയുള്ളത്. ഇത് ലാൻഡ് മാഫിയ പോലെ പ്രവർത്തിച്ച് ലാൻഡ് മാഫിയ അല്ലേ? വെറുതെയാണോ യോഗി ആദിത്യനാഥ് പറഞ്ഞ ഇത് ലാൻഡ് മാഫിയ ബോർഡാണ്, ഇതിനെ ഞാൻ ചവിട്ടിക്കുട്ടി അറബിക്കടലിൽ കളയും, അറബിക്കടലിൽ കളയുന്നില്ല, കുഴിച്ചു മൂടും എന്നാണ് യോഗി പറഞ്ഞത്. കറക്റ്റ് അല്ലേ? ആകെ 14,000 ഹെക്ടർ ഭൂമിയുണ്ട്. 12,000 ഹെക്ടർ ഭൂമിയും സർക്കാരിൻ്റെ പിടിച്ചെടുത്തു. ബാക്കി പാവപ്പെട്ടവൻ്റെ എത്ര പിടിച്ചെടുത്തു എന്നുള്ളത് ഇനി പരിശോധിക്കണം. കാരണം ഇത് ഈ കൊള്ളാവുന്ന ഭൂമി കണ്ടാൽ വഖഫാണെന്ന് പറഞ്ഞ് കയറാമല്ലോ. ഇപ്പോൾ ഈ കച്ചവടം ഇപ്പോൾ തീരാൻ പോവാ. കച്ചവടം ഇവരൊക്കെ തലകുത്തി മറിഞ്ഞു. സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിയിൽ എങ്ങനെയെങ്കിലും ഈ വഖഫ് അമെൻമെൻറ്റ് ബില്ലിൻ്റെ ചർച്ച പൂർത്തിയാക്കി അതിൻ്റെ അന്തിമരൂപം കിട്ടരുത് എന്ന് നോക്കിയാണ് പ്രതിപക്ഷം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ ബംഗാളിൽ നിന്നുള്ള ഒരു ബാനർജി ഉണ്ടല്ലോ, അയാൾ ഇതാണ് വഖഫിൻ്റെ JPC യോഗം നടന്നുകൊണ്ട് ഇപ്പോൾ സോഡാ കുപ്പി അടിച്ചു പൊട്ടിച്ചു യോഗം കറക്കാൻ വേണ്ടി. എന്നിട്ട് അയാളുടെ കൈക്ക് ചെറിയ പരിക്കും പറ്റി. അങ്ങനെ ഏതെല്ലാം തരത്തിൽ ഇതിന് JPCയുടെ ഈ അന്തിമ റിപ്പോർട്ട് പൂർത്തിയാവാതിരിക്കാൻ കളിച്ച കളികളൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു. അയാളുടെ 1 കോടിയിൽ പരം ആളുകളെ കൊണ്ട് ആക്ഷേപം അയച്ചു. അപ്പോൾ ഇത്രയും സാധനം 1 കോടി മെറ്റീരിയൽസ് വായിക്കണ്ടേ? വായിച്ച് തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു 10 വർഷം എടുക്കും. അതുകൊണ്ടാണ് കരക്കാരോട് മുഴുവൻ പറഞ്ഞിട്ട് അയപ്പിച്ചു. പക്ഷെ അപ്പോൾ അവർക്കൊരു മണ്ടത്തരം പറ്റി. കാരണം അയച്ചത് മുഴുവൻ ഒറ്റ കോപ്പിയായിരുന്നു. ഒരു സാധനം ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ആൾക്ക് കൊടുത്തിട്ട് നിങ്ങളെല്ലാം മെയിൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഈ കിട്ടിയിരിക്കുന്ന 1 കോടിയിൽ പരം ആക്ഷേപങ്ങളൊക്കെ എല്ലാം സെയിമാണ്, പലരെ കൊണ്ട് അയപ്പിച്ചതാണ്. അതുകൊണ്ട് ഒരെണ്ണം വായിച്ചാൽ മതിയല്ലോ. അങ്ങനെ പലതരത്തിൽ തടസ്സം ഉണ്ടാക്കി അവസാനം ഈ പറയുന്ന 1-ാം തീയതി 31-ാം തീയതി ആരംഭിക്കുന്ന പാർലമെൻറ്റിൻ്റെ സെഷനിൽ ഈ ബില്ല് വരാതിരിക്കാൻ വേണ്ടി പാർലമെൻ്ററി കമ്മിറ്റി കൂടാതിരിക്കാൻ വേണ്ടി ബഹളം ഉണ്ടാക്കി. ഒടുവിൽ 10 പേരെ പുറത്താക്കേണ്ടി വന്നു. കമ്മിറ്റി കൂടി പാസ്സാക്കി. പിന്നീട് ഇവർ 44ഓളം ഭേദഗതികൾ ഇവർ കൊണ്ടുവന്നു. 44ഓളം ഭേദഗതികൾ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള നിയമത്തിൽ പ്രധാനമായും കേന്ദ്ര സർക്കാർ വരുത്താൻ പോകുന്ന ഭേദഗതി എന്ന് പറഞ്ഞാൽ വൺസ് എ വഖഫ് ആൾവേസ് എ വഖഫ് എന്നുള്ള പരിപാടി മാറ്റും. വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വഖഫ് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് മാറ്റാൻ പറ്റില്ല എന്നത് മാറ്റും. പിന്നെ വഖഫ് ബൈ യൂസ്, നമ്മൾ ഉപയോഗിച്ച് കുറേ കാലമായി സർക്കാരിൻ്റെയോ പൊതുജനത്തിൻ്റെയോ ഭൂമി ഒരു മുസ്ലിം മത ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്നു, അല്ലെങ്കിൽ ഒരു മുസ്ലിം ഉപയോഗിച്ചു കൊണ്ടിരുന്നു എന്നതുകൊണ്ട് അത് വഖഫ് ചെയ്യാമെന്നുള്ള വ്യവസ്ഥ മാറ്റും. വഖഫിൻ്റെ തീരുമാനത്തിനെതിരെ ട്രിബ്യൂണലിൽ അപ്പീൽ പോകാൻ ആ ട്രിബ്യൂണലിൻ്റെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാൻ പാടില്ല എന്നത് മാറ്റും. പിന്നെ വഖഫ് ബോർഡിന് ഏത് ഭൂമിയും ഡോക്യുമെൻ്റ് ഇല്ലാതെ ഏറ്റെടുക്കാം എന്നുള്ള വ്യവസ്ഥ മാറ്റും. ഇതൊക്കെയാണ് പ്രധാനമായി ഈ നിയമ ഭേദഗതിയിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ. പിന്നെ അംഗങ്ങളെ വെക്കണ്ടേ ഇതര മതസ്ഥ, അതൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അപകടകരമായ കാര്യം ഇതാണ്. ഒരാൾ തീരുമാനിക്കുകയാണ് എന്താണ് ഈ ഭൂമി ഞാൻ വഖഫിൻ്റെ ആണ് എന്ന് വഖഫ് ബോർഡ് അങ്ങ് പറഞ്ഞാൽ ഉടനെ വഖഫിൻ്റെ ആവുന്ന പരിപാടി മാറും. പിന്നെ വഖഫ് ബൈ യൂസ്, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളിത് വഖഫിന് കൊടുക്കാൻ തീരുമാനിച്ചാൽ വഖഫിന് കിട്ടുന്ന പരിപാടി മാറും.
പിന്നെ ഈ ട്രിബ്യൂണലിൽ ഇപ്പോൾ മതപണ്ഡിതനെ വെക്കണം എന്നൊക്കെയുള്ള സാധനമൊക്കെ ഉണ്ട്. അതിനൊക്കെ മാറ്റം വരുത്താനാണ് അമെൻമെൻറ്റിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ JPC-യിൽ പാസ്സായി വന്നിരിക്കുന്ന അമെൻമെൻറ്റ് ഡീറ്റെയിൽസ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. ഇന്ന് നാളെ കേട്ട് വരുമായിരിക്കും. ഏതായാലും 31-ാം തീയതി ഇത് പാർലമെൻറ്റിൽ സ്പീക്കർക്ക് കൈമാറും. അടുത്ത സെഷനിൽ തന്നെ ഇത് അവതരിപ്പിക്കും. അടുത്ത സെഷനിൽ തന്നെ ഇത് പാസ്സാക്കാനുള്ള അശ്രാന്ത ശ്രമത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ. ഏതായാലും വഖഫ് ഒക്കെ വളരെ ക്ലാസിക് ഉദാഹരണമാണ്. കൃത്യമായ പഠനം റവന്യൂ പോലീസ് അധികൃതരെ ഉപയോഗിച്ച് പഠിച്ചിട്ട് ഉത്തർപ്രദേശ് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പാർലമെൻറ്റ് മുമ്പാകെ വെക്കുമ്പോൾ ഒരക്ഷരം മിണ്ടാൻ ആർക്കും ഉണ്ടാവില്ല. കാരണം എന്നറിയാമോ? കണക്ക് സഹിതം ആധികാരികമായി മാപ്പും സ്കെച്ചും സഹിതം വെച്ചിരിക്കുകയാണ്. 14,000 ഹെക്ടർ ഭൂമിയുള്ളതിൽ 12,000-വും സർക്കാർ ഭൂമി തട്ടിയെടുത്തതാണെന്നുള്ള രേഖകൾ സഹിതം ഒരു സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് വെക്കുമ്പോൾ ആർക്ക് തള്ളാൻ പറ്റും? അപ്പോൾ ഏതായാലും വഖഫ് ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊള്ളയാണ്, ലാൻഡ് ജിഹാദാണ് എന്നതിൻ്റെ ഒന്നാന്തര ഉദാഹരണം ഉത്തർപ്രദേശിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ രാജ്യത്ത് വലിയ കൊടുങ്കാറ്റുണ്ടാക്കാൻ പോകുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.